ഒന്ന് ഇമാജിൻ ചെയ്യുക, ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനമോ AMCA യുദ്ധവിമാനമോ യൂറോപ്പിലേക്ക് പോവാണ്. യൂറോപ്പിൽ ഇപ്പോൾ ബ്രിട്ടന്റെ അടുത്ത് അവരുടെ കടലിൽ ഇന്ത്യയുമായിട്ടൊരു എക്സസൈസ് അവിടെ നടക്കുകയാണ്. ഇന്ത്യൻ നേവി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന തേജസ് യുദ്ധവിമാനം അല്ലെങ്കിൽ AMCA ഒരു സാങ്കല്പിക സാഹചര്യമാണ്. പെട്ടെന്ന് അടിയന്തരമായിട്ട് ഇത് ബ്രിട്ടനിൽ ലാൻഡ് ചെയ്യുകയാണ്. ബ്രിട്ടനിലെ ഏതെങ്കിലും ഒരു വിമാനത്താവളത്തിൽ, ഒരു സിവിലിയൻ വിമാനത്താവളത്തിൽ. ഏകദേശം 21 ദിവസമായിട്ട് ഇത് അവിടെ കിടക്കുകയാണ്. പലതവണ ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ പോയി, അത് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മളത് പൊളിച്ചു കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഇതിനോടകം എന്തുമാത്രം വാർത്തകൾ ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ടാവും ഒന്ന് ഇമാജിൻ ചെയ്യുക. അതായത് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ, അമേരിക്കൻ മാധ്യമങ്ങൾ, യൂറോപ്യൻ മാധ്യമങ്ങൾ, അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങൾ, മിഡിൽ ഈസ്റ്റിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും, ചൈനീസ് മാധ്യമങ്ങൾ, ഇതെല്ലാം ഈ വാർത്ത നിരന്തരമായിട്ട് കവർ ചെയ്തുകൊണ്ടിരിക്കും. കാരണം എങ്ങനെയെങ്കിലും ഇന്ത്യയെ വില കുറച്ച് കാണിക്കണം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മുക്കും മൂലയും വരെ സകലതും ഇവർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഇതിപ്പോ ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച F-35 ലൈറ്റ്നിങ് 2 ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇത് കഴിഞ്ഞ 21 ദിവസമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിൽ കിടക്കുകയാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് കാര്യമായ വാർത്തകളൊന്നും ഇന്നലെ വരെ ആരും കൊടുത്തില്ല. ഒടുവിൽ നമ്മുടെ ടൂറിസം വകുപ്പ് ഒരു 1.5 പോസ്റ്റ് എടുത്ത് അങ്ങോട്ട് ഇട്ടതോടെ BBC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, പല UK മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, ടെലിഗ്രാഫ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ മറ്റേ റോയൽ നേവിക്കെതിരെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതായത് കുരു പൊട്ടി എന്ന് തന്നെ പറയാം. കേരള ടൂറിസത്തിന്റെ പോസ്റ്റ് കൊള്ളേണ്ടതുപോലെ കൊണ്ടു. ഇതിനിടയിൽ ഇവരുടെയൊക്കെ വാർത്തകൾക്കുള്ളിൽ ഈ ഇംഗ്ലീഷുകാരുടെ ചർച്ചകൾ നടക്കുമല്ലോ. അതിൽ ചിലർ പറയുന്നുണ്ട് ഇന്ത്യയുടെ എയർ ഡിഫൻസ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പറ്റിയ എന്തോ ഒരു പിഴവ്, ഇന്ത്യൻ അതിർത്തിയിലേക്ക് വിമാനം കടന്നപ്പോൾ ഉണ്ടായ ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണം കാരണമാണ് വിമാനം കട്ടപ്പുറത്തായത് എന്ന് ചിലർ പറയുന്നു. കൂട്ടത്തിൽ അവർ ഒന്നുകൂടി പറയുന്നുണ്ട്, ബ്രിട്ടനിലെ മിലിറ്ററി താവളങ്ങൾക്ക് അല്ലെങ്കിൽ എയർബേസുകൾക്ക് ഇല്ലാത്ത സുരക്ഷ ഇന്ത്യയിൽ ഒരു സിവിലിയൻ എയർപോർട്ടിൽ ഉണ്ട് എന്നത് ആശ്ചര്യപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ശരിവെച്ചുകൊണ്ട് പലരും കമന്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റൊരു കൂട്ടർ, ഇന്ത്യക്കാർക്ക് അതിന് മാത്രം ബുദ്ധിയൊന്നുമില്ല, അവരെ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സ്പൈ ചെയ്യാനാണെങ്കിൽ ജാംബവാന്റെ കാലത്ത് ഏതെങ്കിലും യുദ്ധവിമാനം വിട്ടാൽ മതി എന്ന് പറയുന്ന തനി ആ ഒരു കൊളോണിയൽ മൈൻഡ് സെറ്റിൽ നിന്ന് പുറത്തു കിടക്കാത്ത ഇംഗ്ലീഷുകാരുമുണ്ട്. ആ പറഞ്ഞ കമന്റിൽ നിന്ന് തന്നെ അവർക്ക് നമ്മളടുത്തുള്ള ചുരുക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇന്ത്യ അങ്ങനെ ജാംബവാന്റെ കാലത്തുള്ള അത്ര വലിയ വാല്യൂ ഇല്ലാത്തൊരു രാജ്യമാണെങ്കിൽ ബ്രിട്ടീഷ് നേവി ഇന്ത്യയുമായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എക്സസൈസ് നടത്തേണ്ട കാര്യമൊന്നുമില്ല. F-35 കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോ അവർക്കറിയാം ഇന്ത്യക്ക് എന്തിനെങ്കിലുമൊക്കെ ഉള്ള കഴിവുണ്ട് എന്ന്. പക്ഷെ അത് തുറന്ന് സമ്മതിക്കാൻ പഴയ കോളനി ടീമുകൾക്ക് പറ്റുന്നില്ല. അതാണ് അതിന്റെ മറ്റൊരു വശം. അപ്പോൾ ഇത് ചിലപ്പോൾ സാങ്കേതിക പ്രശ്നമാകാം. സാധാരണ രീതിയിൽ നമ്മൾ കാട് കയറി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു യുദ്ധവിമാനത്തിന് സാങ്കേതിക പ്രശ്നം വരാം. പക്ഷെ ഇത് ലോകത്തിലെ ഏറ്റവും മികച്ചൊരു യുദ്ധവിമാനമാണ്. 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ്. ഇത് ഈ കിടക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായി. സാങ്കേതിക പ്രശ്നമാണെങ്കിൽ തന്നെ പലതവണ അവിടെ നിന്ന് ആളുകൾ വന്ന് നോക്കിയിട്ടും ഇത് പരിഹരിക്കാൻ പറ്റുന്നില്ല, എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. ഇത്രയും ദിവസമായിട്ട് സാധാരണ ഇത്രയും പെട്ടെന്ന് കൊണ്ടുപോകേണ്ടതാണല്ലോ, ഇത് അതിന് കഴിയുന്നില്ല. അപ്പോൾ ഇതൊരു സാധാരണ പ്രശ്നമല്ല. F-35 എന്ന് പറയുന്ന യുദ്ധവിമാനത്തിന്റെ ആ ഒരു കാര്യശേഷി എത്രത്തോളം ഉണ്ട് എന്നത് വീണ്ടും സംശയത്തിന്റെ നിഴലിലാക്കുന്ന ഒരു സംഭവമാണിത്. ഇനി ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ വല്ല പണിയും കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിലും ഇത് അമേരിക്കയ്ക്കും ബ്രിട്ടനും ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇനി അതിനുള്ള സാധ്യത തീരെ കുറവാണ്. ഇന്ത്യയുമായിട്ട് വളരെ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉള്ള ഒരു രാജ്യമാണ് UK. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത കുറവാണ്. പക്ഷേ എല്ലാ സാധ്യതകളും എന്നതുപോലെ ഈ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ ബ്രിട്ടൻ എന്തിന് ഇന്ത്യയുടെ എയർ ഡിഫൻസ് പരിശോധിക്കണം എന്ന് ചോദിച്ചാൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു ബന്ധം ഒരു കാരണമാണ്. കാരണം നമ്മൾ റഷ്യയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ലോകത്തൊരു രാജ്യമാണ്. ഈ റഷ്യയും ബ്രിട്ടനും തമ്മിൽ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. ബ്രിട്ടൻ അവിടെ സൈനിക പരിശീലനം ആരംഭിച്ചിരിക്കുകയാണ് യുവാക്കൾക്കൊക്കെ. കാരണം ബ്രിട്ടൻ ഒരു സാഹചര്യം മുന്നിൽ കാണുന്നു, റഷ്യയുമായിട്ടൊരു യുദ്ധം ഉണ്ടാകുമെന്ന്. അപ്പൊ അത്തരം ഒരു തയ്യാറെടുപ്പ് അവർ നടത്തുമ്പോൾ റഷ്യയുമായിട്ട് അടുപ്പമുള്ള രാജ്യങ്ങളിൽ ഒരു പക്ഷേ പല രഹസ്യ നീക്കങ്ങളും നിരീക്ഷണങ്ങളും നടത്താൻ അവർ ശ്രമിക്കും. ഇപ്പോൾ ഇന്ത്യയുടെ ആയുധങ്ങൾ, എയർ ഡിഫൻസ് സിസ്റ്റംസ് ഒക്കെ പലതും നമുക്കറിയാവുന്ന പോലെ റഷ്യയുമായിട്ട് നമ്മൾ ചേർന്ന് നിർമ്മിച്ചതോ ചിലതൊക്കെ റഷ്യയിൽ നിന്ന് വാങ്ങിയതോ ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ പല വിവരങ്ങളും അവർക്ക് അറിയേണ്ടതായിട്ടുണ്ടായിരിക്കാം, പ്രത്യേകിച്ച് അവർ റഷ്യയുമായിട്ടൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ. അപ്പൊ കാരണങ്ങളൊക്കെ ഉണ്ട്.
ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ എല്ലാ ഡിഫൻസ് സിസ്റ്റംസും ആക്റ്റീവുമാണ്. അപ്പൊ ഇന്ത്യയുടെ സൈനിക ശേഷി ഒന്ന് അളന്നു നോക്കാൻ, പ്രതിരോധ സംവിധാനങ്ങൾ പരിശോധിക്കാൻ മുൻകൂർ അനുമതി വാങ്ങാതെ ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ കിട്ടിയൊരു പണിയാകാം ചിലപ്പോൾ. എന്താണെങ്കിലും ബ്രിട്ടീഷ് മാധ്യമങ്ങൾ ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതേസമയത്ത് ഇന്ത്യയോട് നല്ല കലിപ്പ് അവർക്കുണ്ട്. കാരണം നമ്മൾ ഈ ട്രോള് അവരെ കാര്യമായി തന്നെ അവരെ ബാധിച്ചിട്ടുണ്ട്. BBC അടക്കം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ആരോ ആധാർ കാർഡ് ഉണ്ടാക്കി കൂടെ പുറത്തുവിട്ടിരിക്കുകയാണ്. എല്ലാം കൊണ്ടും ബ്രിട്ടനും അമേരിക്കയ്ക്കും വലിയ നാണക്കേടായിട്ട് മാറിയിരിക്കുകയാണ് ഈ സംഭവം. കാരണം ഇത്രയും ദിവസമായിട്ട് ഇന്ത്യയിൽ മഴയും വെയിലും കൊണ്ട് ഈ വിമാനം കിടക്കുകയാണ്. ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. പൊളിച്ചുകൊണ്ട് പോകുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അത്ര എളുപ്പമൊന്നുമല്ല ഈ വിമാനത്തെ പൊളിച്ചു കൊണ്ടുപോകാന്ന് പറയുന്നതൊക്കെ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പക്ഷേ അത് വളരെ ബുദ്ധിമുട്ടാണ് അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ബ്രിട്ടീഷ് മാധ്യമങ്ങളും വെസ്റ്റേൺ മീഡിയാസും ചെറിയ തോതിലെങ്കിലും വാർത്ത കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ടൂറിസം ഇതിനെടുത്ത് ട്രോളിക്കൊണ്ടൊരു പോസ്റ്റ് ഇട്ടതോടെ അതിപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചയായിരിക്കുകയാണ്. ഇത്രയും നാളും മിണ്ടാതിരുന്ന റോയിട്ടേഴ്സും BBC അടക്കമുള്ള മാധ്യമങ്ങൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്യുക അല്ലാതെ മറ്റു വഴിയില്ല എന്ന നിലയ്ക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ അവർ ഇന്ത്യയോടുള്ള വിരോധവും മറച്ചു വയ്ക്കുന്നില്ല. ഒന്നാമത് നമ്മൾ റഷ്യയുമായിട്ട് സഹകരിക്കുന്നതിൽ ഇവർക്ക് നല്ല എതിർപ്പുണ്ട്. ഇവർ റഷ്യയുമായിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിരോധം ഇവർ മറച്ചു വയ്ക്കുന്നുമില്ല. ഇന്ത്യക്കാരോടും ഇന്ത്യയോടും അവർക്കുള്ള വിരോധം ഇടയ്ക്കൊക്കെ പുറത്ത് കാണുന്നുമുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.